പുതിയൊരു സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ സീരീസിൻ്റെ പേര് കേട്ടത് ബെഡ്റോക്ക് വിത്ത് ചാർലി, BAAC. സോ ലിറ്ററലി ബെഡ്റോക്ക് എന്നെ ഇറിറ്റേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തേക്കാണ് കേസ്. നിങ്ങൾ ചോദിച്ചു എന്ത് ഇറിറ്റേറ്റിങ് പറഞ്ഞുതരാം. ഞാൻ 3 വേൾഡ് ഉണ്ടാക്കി. നിങ്ങൾക്ക് 3 വേൾഡ്, ഇത് 3ാമത്തെ വേൾഡാണ്. ഫസ്റ്റ് ഒരു റാൻഡം സീഡ്, പിന്നെ ഒരു ഫിക്സഡ് സീഡ്, പിന്നെ ഇതും ഫസ്റ്റത്തെ രണ്ടും ഇവിടെ ഈ ഒരു ബ്രിഡ്ജ്, ഈ ഒരു ഡാർക്ക് ഓക്ക്, പിന്നെയും ബ്രിഡ്ജ് ഡാർക്ക് ഓക്ക്. കാണേ ഡാർക്ക് ഓക്കിൻ്റെ റൂഫഡ് ഫോറസ്റ്റ് കണ്ടാൽ തീരെ പറ്റൂല. എനിവേ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അന്ന് സബ് ചെയ്തേക്കുക. റോഡ് ടു 1K സബ്ബാണ് ഗൈസ്. പിന്നെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 50 ലൈക്സ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതല്ലാതെ മൈൻക്രാഫ്റ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും ഗെയിംസ് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ദർ. ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ പിൻ ചെയ്തേക്കാം. നമ്മൾ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാർലി വേഴ്സ് എന്നാണ് ഞാൻ പേരിട്ടത്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസിന് അവിടെ നിൽക്കുക, അപ്പം വരാം. ബാക്കിയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ് ചെയ്തേക്കുക. ഉടനെ തന്നെ നമുക്ക് വേറെ വീഡിയോസൊക്കെ ചെയ്യാം. ഓക്കെ, ആദ്യം ഇവനെ തട്ടാനുള്ള സാധനം ഉണ്ടാക്കട്ടെ. പിന്നെ ഇതിൽ ഞാൻ ഫസ്റ്റായിട്ടാണ് ഇത് കളിക്കുന്നത്, ബെഡ്റോക്ക് കളിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും ബെഡ്റോക്ക് ജാവയും തമ്മിൽ എന്ത് കാര്യം? മൈൻക്രാഫ്റ്റ് അറിയുന്നവർക്കറിയാം, നല്ല ഡിഫറൻസ് ഉണ്ട്. എനിക്ക് പൊതുവെ ഫേവറേറ്റ് ഓൺലി OG ജാവ. പിന്നെ ഇത് OG വെർഷനാണ് ഗൈസ്. നമ്മൾ ഒന്നും നോക്കില്ല, പൈസ അങ്ങ് എറിഞ്ഞു കൊടുത്തു. ഇതിൽ ആ ഡിവൈസ് മാറ്റിയപ്പോൾ അതിൽ മോജോ വർക്കാവുന്നില്ല. അപ്പം നമുക്ക് മോജോ വർക്കായതിനു ശേഷം നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ പറ്റുമോ? നെവർ ഗിവ് അപ്പ്. ഓക്കെ, നെവർ ഗിവ് അപ്പ്. ഓക്കെ, നമുക്ക് പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഇപ്പോഴത്തെ എപ്പിസോഡ് ഗോള് എന്ന് പറയുന്നത് ബെഡ് ഉണ്ടാക്കുക, ഒരു സ്റ്റാർട്ടർ ഷെൽട്ടർ, കുറേ ഡെർട്ട് ഹൗസ് ആയിരിക്കും. നോക്കാം, നമുക്ക് ടൈം കിട്ടുന്നിടത്തോളം നോക്കാം. കാരണം അതെന്താണ് ഇവിടെ എടാ എന്താണ്? പോട്ടെ, ജീവിച്ചു പോട്ടെ. ഇതാ തോന്നുന്നത് അവൻ്റെ അമ്മ. എടേ, കുഞ്ഞിനെ അവിടെ ഇട്ടിട്ടാണ് ഇവിടെ വന്ന്. ഓക്കെ, അപ്പോൾ എപ്പിസോഡ് കോള് ബെഡ് ഉണ്ടാക്കുക, ഷാർട്ടർ ഷെൽട്ടർ, ജസ്റ്റ് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എടാ, ഈ ഐ തിങ്ക് ഒരു ഐലൻഡാണ് തോന്നുന്നത്, ഗ്രേറ്റ് ഐലൻഡ്. തുടക്കം തന്നെ ഫാൾ ഡാമേജ്. ശുഭം. ഈ ഐലൻഡ് നമ്മളങ്ങ് എടുത്താലോ ഗൈസ്? എന്ത് പറയുന്നു നോക്കട്ടെ. നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. എൻ്റെ ഗായ്സ് ഇപ്പം വരാട്ടാ. ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇപ്പം എൻ്റെ കയ്യിൽ എല്ലൊന്നുമില്ല. എൻ്റെ എല്ലാം ഊരെടുത്ത് തരാൻ പറ്റിയെങ്കിൽ ചെയ്തേനെ. പക്ഷെ അത്ര വലിയ ബന്ധത്തിലേക്കൊന്നും പോകാൻ എനിക്ക് താല്പര്യമില്ല. അവിടെ ഇവിടെയൊക്കെ സ്കെൽട്ടൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഐ തിങ്ക് ഇതും ഒരു L സീഡാണ് ഗൈസ്. കണ്ടില്ലേ? എടാ അവിടെ പ്ലെയിൻസ് ഇത്രയും റെയറാണോ? എനിക്കറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. ബഗ്രോക്കിൻ്റെ ബഗ് വല്ലതും ആണോ? ഓ മൈ ഗോഡ് മാൻ, ഓ മൈ ഗോഡ്. രണ്ടെണ്ണായി. ഒന്നും കൂടി കേൾക്കാണ് നമുക്ക് ഫസ്റ്റ്. ഓ അത്ത
വാത്ത എന്റെ മോനെ എന്ത് സീഡാണത്. ഞാനേ ഷോക്കിലങ്ങ് മാറിയിട്ടില്ല. എടാ നിങ്ങൾ പറയുന്നു സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞോട്ടെ, പ്രശ്നമല്ല. അപ്പൊ നമ്മള് ഫസ്റ്റ് ടാസ്കിലുള്ള അത് സാധനം കിട്ടി നമുക്കൊരു കാര്യം ഉണ്ടാക്കാം. ബെഡായി. ഓക്കെ, പിന്നെ നമ്മളെ സ്കിന്ന് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്, അതൊന്ന് സെറ്റ് ചെയ്യാറുണ്ട്. കുറച്ച് ടൈം തരുക, ടൈം വേണം. എടാ എന്ത് ജനറേഷനടാ. സ്മിത്തിന്റെ അല്ലേ വേണ്ട, ഇത് ഇവിടെ നിൽക്കട്ടെ. നമുക്ക് സ്റ്റാർട്ടർ ബേസ് ആയിട്ട് നമുക്ക് ഇതാ ഇവിടെ അങ്ങ് സെറ്റ് ചെയ്യാലോ. അതെന്ത് പറയുന്നത്? എടാ എന്ത് ജനറേഷനാടാ ഇത്. ഉച്ച ഇത് നമുക്ക് ആവശ്യമുണ്ട്. എടുക്കട്ടെ. മാമനോടൊന്നും തോന്നല്ലേ. എടാ ഇതിത്തെ വില്ലേജസ് ഒക്കെ ബുദ്ധിയുള്ളവരാട്ടോ. എടാ ഐ തിങ്ക് എന്തോ വരാൻ കിടക്കുന്നുണ്ട്, അല്ലാതെ മൈൻക്രാഫ്റ്റ് എൻ്റെ കൂടെ നിൽക്കല്ല. എന്തോ വരാൻ കിടക്കുന്നുണ്ട്. വലുതെന്തോ വരാനുണ്ട് ദാസ. വലുതെന്തോ വരാനുണ്ട്. വലിയ വില്ലേജ് ഗൈസ്. ടീംസൊക്കെ. എടാ ഇവിടെ എന്താ ചർച്ചയാണോ? എടാ കാര്യമായിട്ട് എന്തോ സീക്രട്ട് ചർച്ചയിലേ ചേർന്നു. എടാ ഇതിന്റെ പശുവിന്റെ സൗണ്ട് എന്താണ് ഇങ്ങനെ? കിണറ് ഹെയ്ബലൊക്കെ അവിടെ നിക്കട്ടെ. ഞാനിത് പറ്റങ്ങോട്ട് ഊറ്റുന്നില്ല. ഇവിടെ തുത്തുരു. എടേ എന്ത് ക്യൂട്ടടേ. എടേ ഓടിപ്പോവാ. എടാ എനിക്കിതിന് വേണം. പോവല്ലേ. സ്റ്റോൺ കട്ട്. എടാ മറ്റേ ഉണ്ടോ ഇതില്? എന്ത് പറയല്ലോ മച്ചാനെ, വരണ്ട കേട്ടോ. ഇവിടെ കാവല് ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് വെക്കും. ഞാൻ അവിടെ ഉണ്ടാവും കേട്ടോ. എടാ എന്ത് ചാടടാ. ഒരു കൊട്ടം കൊടുത്താല് നമ്മളെ തീർക്കും. എടാ ഇത് എടാ മോജാങ്ങിന്റെ കാര്യം ഇവന്മാരെ കടന്ന് കഷ്ടപ്പെടുത്ത പാവങ്ങൾ. നമ്മള് ചിരിച്ചും കളിച്ചങ്ങ് നിന്ന് നമുക്ക് ബാക്കി പരിപാടിക്ക് പോണ്ടേ. പരിപാടി നിങ്ങൾ പറയും, ഇവിടെ വീട് ഉണ്ടാക്കണോ അതോ വേറെ സ്ഥലത്തോട്ട് മാറണോ? ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ഷെൽട്ടർ പോലെ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യാം. അത് പറഞ്ഞ് പെട്ട് വെച്ചിട്ട് ഒന്ന് ക്ലിയർ ആക്കട്ടെ. ബഗ്
അത് നമ്മളൊന്ന് കടന്നുറങ്ങാം. അടുത്ത് വരുന്നുണ്ടല്ലോ അവിടെ നീ. ഇതിൽ സ്കെൽട്ടൺസ് കുറച്ച് സീനാണ്, ചുമ്മാ അറിയല്ല. ഓക്കെ, ഇത് എന്തോ മോഡാണ്, ഡൈനാമിക് ലൈറ്റ്. ഇവിടെ നമുക്ക് ചെറിയൊരു ഡോറ് സെറ്റ് ചെയ്യാം, ലൈക്ക് ഇങ്ങനെ. ഇതൊരു ഡോറ്, ഇത് വേറെ ഡോറ്. കോള്. അപ്പം പണി തുടങ്ങാം. അടേ പിന്നെ ഞാൻ സ്റ്റോൺ പിന്നെ ബേസിക് ടൂൾസ് സെറ്റ് ആക്കണ്ടല്ലേ. അത് ഇതൊരു റൂം, ഒന്ന് ബെഡ്റൂം, ഒന്ന് കിച്ചൺ, അങ്ങനെ സെറ്റ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്തു തുടങ്ങണം. 2000 years later. നമ്മളിവിടെ കുഴി വെട്ടി, പക്ഷെ ഒരു കാര്യം ചെയ്യാൻ മറന്നു. ഇവിടെ റീസ്പോൺ കൊണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്ത് ഡാമേജ് ആവുമ്പോർക്ക് ബെഡ് പൊട്ടിച്ച്. എവിടെയാണോ റീസ്പോൺ ആവുക? ഒരു കാര്യം ചെയ്യാം, ഒഫീഷ്യലി നമ്മളെ എപ്പിസോഡ് 1 ഇവിടെ എൻ്റെ ഏക്കാണ് ഗൈസ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഞാൻ അത് ഞാൻ കണ്ടെത്തിയിട്ട് വരാം. ഓക്കെ, ബൈ. ഓടാ. ഓക്കെ, അല്ല എനിക്ക് എപ്പോഴും കണ്ടെത്തണം. ഈഗോ ഹർട്ടായ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂല. ഈഗോ ഹർട്ടായി. आपको आंखों का बस जा महजाना इम्मे. ഓക്കെ, അവിടെ എത്തിയിട്ടൊരു ഇൻട്രോയും കൂടി പറ. അവിടെ എത്തുവോ? ചാടടാ ഓടടാ. ഞാൻ ആ ബിൽഡ് രസത്തിൽ അങ്ങനെ ഇരുന്ന് പോയി, അതാണ് ഉണ്ടായത്. ഓക്കെ, ഐ തിങ്ക് we go. ഏതേ വില്ലേജർ മണ്ടൻ്റെ വീട്ടിൽ കേട്ടിട്ടാണ് കടന്നുറങ്ങുക, മരം എണീപ്പിച്ചിട്ട്. മറ്റേ പെട്ട് എന്നാലും ഇവിടെ ഒരു XP അത്ര ഒഴിഞ്ഞെടുക്കണേ. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഈഗോ ഹർട്ടായി കഴിഞ്ഞാൽ ചാർലിനെ പിടിച്ചാൽ കിട്ടൂല. എൻ്റെ ഈഗോ ആണ് അവന്മാർ ഹർട്ടാക്കിയത്. എടാ, എവിടെ ബെഡ് എവിടെയുണ്ടോ? ഹലോ, ആരെങ്കിലും ഉണ്ടോ? എടാ, ഇവന്മാരൊക്കെ എത്ര എന്നെ അറ്റാക്ക് ഉണ്ടാക്കി കൊല്ലിക്കാൻ വേണ്ടി നിൽക്കുക. എടാ, എന്താണ് ഇങ്ങനത്തെ സൗണ്ടൊക്കെ? ഏതായാലും ഈ വൈക്ക് വന്നല്ലേ.
ആടക്കട്ടെ. എണീക്കടാ മുതലാളി കയറി. എടേ അതെന്ത് പരിപാടിയാ? എന്തെങ്കിലും നമുക്ക് ഇറങ്ങി ഇവിടെ യുദ്ധം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇറങ്ങി ഓടേണ്ടി വരും. ഒന്നും ചെയ്യണം ഗൈസ്. നമ്മളൊരു കാര്യം ചെയ്യാം, ഈ ടോർച്ച് എടുത്തിട്ട് അങ്ങ് ഓടാം. എടേ പാവടേ, നമുക്ക് വേണ്ടി അവൻ സമാധി. എടാ നമ്മള് കാരണം ഈ വില്ലേജസ് ഒക്കെ ചാവുന്നേ. ഓ ഫൈനലി ഗൈസ്, ഫൈനലി. ഞാനേ വേഗം പോയിട്ട് പോരെ പോരെ പോരെ. അളിയ നശിപ്പിച്ച് പണ്ടാരം. ഇത് ഞാൻ വെക്കണ്ടേ? മതിപ്പം തൽക്കാലത്തിന് മതി. നമ്മളെ ലൂട്ടൊക്കെ നമ്മള് ഇവിടെ ബെഡ് വെക്കണേ. പിന്നെന്താ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇത് പെട്ടെന്ന് ടൈമില്ല. ഓക്കെ, 2 ചെസ്റ്റ് ഉണ്ടാക്കി. പിന്നെ 2 ഫർണസ്, ഒരു സ്മോക്കറായി. അത് മതി. പിന്നെ ഒരു സൈൻ ബോർഡ് ഉണ്ട്. ഓക്കെ, അടുത്ത കാര്യം തീരുമാനമായി. ഇനി ഇവിടെ ഒരു സ്മോക്കർ. ഇതിലൊക്കെ പോലെ അത്യാവശ്യമാണ്. എന്തെങ്കിലുമൊക്കെ മാറേണ്ട ഐഡിയാസ് ഉണ്ട്, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല ഐഡിയാസ് ഉണ്ട്, കമൻറ്റ് ചെയ്യും. എൻ്റെ കാട്ടി തലുള്ള ഒരു ഗെയിം കളിക്കുന്നുണ്ടാവും എനിക്കറിയാം. കമൻറ്റ് ചെയ്താൽ ഓക്കെ. അങ്ങനെ ഞാൻ ശരി ഒരു പൂവുണ്ട് ഇവിടെ. നമുക്ക് സ്മിത്തിങ് ടാബ് ഇട്ടില്ല എവിടെയെങ്കിലും വെക്കാം, ചെറിയ ഡിസൈൻ പോലെ. ഇവിടെ അത് ഒരു മൈൻ ഷാഫ്റ്റ് പോലെ ഇവിടെ ഇങ്ങനെ ലോഗൊക്കെ വെച്ചിട്ട് സെറ്റാക്കാം. മനസ്സിലായി. ഞാൻ കുക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്മെല് ചെയ്തോ? അതായത് ഞാൻ കാണിച്ചു തരാം. ഫുഡ് ആയിക്കട്ടെ. ഫുഡ് ഇത് അടക്കണം. ഓരോരുത്തരും കിട്ടുന്ന നോക്കാം. നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമ്മളെ രാജ അങ്ങനെ കാണാം. ആഹാ, പണിയെടുക്കുക അങ്ങനെ അല്ലേ? ഏതാ നോക്കണ്ട. വലിയ കാര്യങ്ങളുടെ ഇടയിൽ ചെറിയ ഇങ്ങനെ മണ്ടത്തരം സംഭവിക്കും. എമറാൾഡ് ഇപ്പോൾ ഡയമണ്ട് പോലെയാണ്. എമറാൾഡ് കിട്ടും ഫസ്റ്റ് എപ്പിസോഡ് തന്നെ. എമറാൾഡ് വലിയ ഗ്രൈൻഡായി നിൽക്കില്ല. ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞു നമ്മള് അത് ഞാൻ പറഞ്ഞില്ല ഒന്നുമില്ലേ? പറഞ്ഞല്ല. അതായത് നമ്മള്
ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഡ്രാഗനെ കൊല്ലാന്ന് പറഞ്ഞില്ല, മീൻസ് ലൈക്ക് മനസ്സിലായില്ലേ, നിങ്ങൾ പതുക്കെ സ്ലോ ആയിട്ട്. എനിക്ക് അങ്ങനെയാണ് താല്പര്യം എപ്പോഴും. അതിനൊരു സെർവറിൽ കളിക്കുകയാണെങ്കിലും എങ്ങനെയായാലും അങ്ങനെയാണ് താല്പര്യം. ഓക്കെ, അപ്പോൾ സ്ലോ ആയിട്ടൊക്കെ കളിക്കുക. നിങ്ങൾക്ക് ഇഷ്ടാവുമെന്ന് എനിക്കറിയില്ല, ബട്ട് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. നിങ്ങൾ അഭിപ്രായമൊക്കെ ഒന്ന് കമന്റ് നോക്കാലോ. 11 പോരാ, 2 പോരാ. പിന്നെ നല്ല രീതിയിൽ ലോവൻ്റെ ഷെയ്ഡർ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. വലിയ ലാഗും വലിയ കൺസെപ്ഷനൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വാനില തന്നെ കൊണ്ടുപോകും. വാനിലയാണ് ഒന്നുകൂടി താല്പര്യം. അതെന്താടാ ഇങ്ങനെ ഒരു സ്ഥലം? അയ്യോ, കണ്ടില്ല. ഇവിടെ ചെയ്താൽ മതിയായിരുന്നു. അതായത് പോട്ടെ. Three. 1, 2. 3 ബ്ലോക്കായിട്ട് ഇത് ചാടി ഡാമേജ് കിട്ടൂല. +point ആണല്ലോ. എല്ലാം നോക്കണ്ട, ഞാൻ തട്ടിക്കളയും. നിങ്ങൾ വിചാരിക്കണ്ട എത്ര ഫസ്റ്റ് എപ്പിസോഡ് മീൻസ് എങ്ങനെ ചെയ്യുന്നതാണ്. ഞാൻ പൊതുവെ ഇങ്ങനെയാണ്. ഞാൻ ഡർട്ട് ഹൗസ് അതൊന്നും ഉണ്ടാക്കല്ല. ഇതൊരു മെമ്മറബിൾ ആയിട്ട് അവിടെ കിടന്നു. ഡർട്ട് ഹൗസ് നമ്മൾ പൊട്ടിച്ച് കളയില്ലേ, പറഞ്ഞ ശരിയല്ലേ? വീട് നമുക്ക് എപ്പോഴും മെമ്മറബിൾ ആയിരിക്കും. സിമെട്രി പോയി. ഒരു ബ്ലോക്ക് കൂടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് സാറില്ല, പോട്ടെ. ഫസ്റ്റ് നോക്കണമായിരുന്നു. ഇവിടെ നോക്കട്ടെ, ചെറിയ ഡിസൈൻ. അപ്പോൾ ഇതൊക്കെ ഉള്ളു ഇപ്പോൾ ഇത്. ഫസ്റ്റ് ടൂൾസും കാര്യങ്ങളൊക്കെ അത് കയറ്റി വെക്കാം. ആവശ്യമില്ലാത്ത എല്ലാ സാധനം ചെസ്റ്റിലും. ഇപ്പോൾ സൈൻ ബോർഡ് എടുക്കട്ടെ. കോപ്പർ അത് നമുക്ക് അടുത്ത എപ്പിസോഡ് മുതൽ ചെയ്യാം. പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് സൈൻ ബോർഡ് അങ്ങ് അങ്ങോട്ട് വെച്ച് ആരും വരില്ല അവിടെ. ഓക്കെ, സിയോടെ ചാർലീസ് ഹോം. ഓക്കെ, എല്ലാം സെറ്റ് ചെയ്ത്. അപ്പോൾ ഔട്ട്ഡോർ ഒന്നും കൂടി പറയാം. മറ്റേ ഫേക്ക് ഔട്ട്ഡോർ ആയിരുന്നു. ഫേക്ക് അല്ല, ഞാൻ ഇപ്പോൾ നിർത്തണം എന്ന് വിചാരിച്ചിരുന്ന എപ്പിസോഡ്. ഓക്കെ, അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മളെ ഫസ്റ്റ് ബെഡ്റോക്ക് സീരീസാണ് ഗൈസ്. പിന്നെ അടുത്ത എപ്പിസോഡ് തൊട്ട് എന്തൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യും, ഞാൻ നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട സംഗതികളൊക്കെ ഞാൻ എടുക്കാം. ഓക്കെ, അപ്പോൾ അരിയോസ് ഫ്രം ചാർലി സൈനിങ് ഔട്ട്. ബൈ ബൈ. ഓക്കെ, ബൈ ബൈ. ഡോറൊക്കെ വെക്കണമെന്നുണ്ട്. ഓക്കെ.